Good morning to all. Now we will start one of your 6th semester subject, Big Data Analytics. Before starting these sections, we must know that what is data. Data means the quantities, characters or symbols on which operations are performed by a computer, which may be stored and transmitted in the form of electrical signals and recorded on magnetic, optical or mechanical recording media. ഡേറ്റ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ടാകാം, സിമ്പിൾസ് ഉണ്ടാകാം, ക്വാണ്ടിറ്റീസ് ഉണ്ടാകാം, എനിത്തിങ്. അങ്ങനെ ആ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസിനെയാണ് ഡേറ്റാസ് എന്ന് പറയുന്നത്. ആ ഡേറ്റാസ് യൂസ് ചെയ്താണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അത് നമുക്ക് സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്കത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. എങ്ങനെ? ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. കൂടാതെ അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. എവിടെ? മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ റെക്കോർഡിംഗ് മീഡിയ എക്സെട്ര. അതുപോലുള്ള മീഡിയാസിൽ നമുക്ക് ഈ പെർഫോം ചെയ്ത ഓപ്പറേഷൻസിനെ സേവ് ചെയ്ത് വെക്കുകയോ അതോടൊപ്പം നമുക്കതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് വാട്ട് ഈസ് ബിഗ് ഡേറ്റ. ഡേറ്റ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ് ആണെന്ന് പറഞ്ഞു. ബിഗ് ഡേറ്റ എന്താണെന്ന് നമുക്ക് നോക്കാം. Big data is also data but with a huge size. Big data is a term used to describe a collection of data that is huge in volume and yet growing exponentially with time. In short, such data is so large and complex that none of the traditional data management tools are able to store it or process it efficiently. അതായത് ഡേറ്റ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. ബിഗ് ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓൾസോ എ ഡേറ്റ ആണ്, ബട്ട് വിത്ത് എ ഹ്യൂജ് സൈസ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പനിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഉള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് നമുക്ക് ഹ്യൂജ് സൈസാന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം ഒരു കമ്പനിയുടെ ഒരുപാട് ബ്രാഞ്ചസിലെ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ബിഗ് ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എയർടെല്ലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ നമ്മൾ ഒരു മാസത്തെ ഒരു പേഴ്സൻ്റെ ഒരു പേഴ്സൻ്റെ എത്രമാത്രം ഡേറ്റാസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുന്നു. അതൊരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ആയിരിക്കും. പക്ഷേ എയർടെൽ, ഈ ഇന്ത്യ മൊത്തമുള്ള എയർടെൽ കസ്റ്റമേഴ്സ് ഒരു മാസം എത്രത്തോളം ഡേറ്റ ഓരോ ഹ്യൂമൻ ബീങ്സും യൂസ് ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ അതൊരു ബിഗ് ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പം ഡിഫറൻസ് മനസ്സിലായോ? എന്താണ് ഡേറ്റ എന്നും എന്താണ് ബിഗ് ഡേറ്റ എന്നും തമ്മിലുള്ള ഡിഫറൻസ്. ഡേറ്റ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് എഡിഷനാണ് ഡേറ്റ എന്ന് പറയാം. ബട്ട് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത് ഹ്യൂജ് സൈസ് ഓഫ് ഡേറ്റാസിനെയാണ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ബിഗ് ഡേറ്റ എന്ന് പറയുന്ന ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് കളക്ഷൻ ഓഫ് ഡേറ്റ ദാറ്റ് ഈസ് ഹ്യൂജ് ഇൻ വോളിയം ആൻഡ് യെറ്റ് ഗ്രോയിങ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം. In short, such data is also large and complex that none of the traditional data management tools are able to store it or process it efficiently. എന്തുകൊണ്ടായിരിക്കാം? ബിക്കോസ് അതിൻ്റെ സൈസ് ഹ്യൂജ് ആണ്. അതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡേറ്റാ ബേസ് മാനേജ്മെൻറ്റ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്തോ അതിനെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിനൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റാ മൈനിങ് എന്ന് പറയുന്ന ടെക്നിക്സൊക്കെ. എന്തായാലും ബിഗ് ഡേറ്റ എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എക്സാമ്പിൾസ് ഓഫ് ഡേറ്റ, ബിഗ് ഡേറ്റ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് ദി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ജനറേറ്റ് അബൌട്ട് 1 TB ഓഫ് ന്യൂ ട്രേഡ് ഡേറ്റ് പെർ ഡേറ്റ. 1 TB എന്ന് വെച്ചാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ നിങ്ങൾക്കറിയാം. ആ 1 TB ഓഫ് ഡേറ്റ ആണ് അവർ ഒരു ജനറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകാരെ ജനറേറ്റ് ചെയ്യുന്നത്. അത് ഒരു ബിറ്റോ ബൈറ്റോ അല്ല, 1 TB ഓഫ് ഡേറ്റാസ് ആണ്. ദാറ്റ് മീൻസ് ഹ്യൂജ് സൈസ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് സോഷ്യൽ മീഡിയ. The statistics shows that 500+ terabytes of new data get ingested into the database of social media site Facebook every day. This data is mainly generated in terms of photos and video upload, message exchanges, putting comments, etc. An example ആണ് ഫേസ്ബുക്ക്. അതായത് നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഒരു സിംഗിൾ പേഴ്സൻ്റെ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫോട്ടോസ് ഉണ്ടാകാം, ഓഡിയോസ് ഉണ്ടാകാം, വീഡിയോസ് ഉണ്ടാകാം, എവരിത്തിങ്. അതിൻ്റെ അകത്ത് ലിമിറ്റഡ് എഡിഷൻ ഓഫ് ഡേറ്റാസ് നമുക്ക്
ഉണ്ടാകാം. പക്ഷേ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ഡേറ്റാസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു ഹ്യൂജ് സൈസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. മനസ്സിലായോ? അതാണ് സോഷ്യൽ മീഡിയ ബിഗ് ഡേറ്റയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ കാരണം. അടുത്തതാണ് ജെറ്റ് എഞ്ചിൻ. A single jet engine can generate 10 plus terabytes of data in 30 minutes of flight time. With many thousand flights per day, generation of data reaches up to many petabytes. അതായത് ഒരു സിംഗിൾ ജെറ്റ് എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്ന എത്ര ബൈറ്റ് ഓഫ് ഡേറ്റാസ് ആണ്? 10 പ്ലസ് ടെറാബൈറ്റ്സ് ഓഫ് ഡേറ്റ ആണ് ഇൻ 30 മിനിറ്റ്സ് ഓഫ് ഫ്ലൈറ്റ് ടൈം. അങ്ങനെ ആകുമ്പം തൗസൻഡ്സ് ഓഫ് ഫ്ലൈറ്റ്സ് എത്രത്തോളം ഡേറ്റാസ് ജനറേറ്റ് ചെയ്യുന്നു. അതൊരു ഹ്യൂജ് സൈസ് ആയിരിക്കും. സോ jet engine also example is of an big data. The next one is type of big data. Big data could be found in three forms: structured, unstructured, semi-structured. നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് structured big data, unstructured big data, semi-structured big data എന്ന്. Okay, structured big data എന്ന് പറഞ്ഞാൽ any data that can be stored, accessed and processed in the form of fixed format is termed as structured data. Over the period of time, talent in computer science has achieved greater success in developing techniques for working with such kind of data where the format is well known in advance and also deriving value out of it. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത് സ്റ്റോർഡ് ഓൾറെഡി ഇൻ ആൻ ഓർഡർ, അതായത് ഒരു ഓർഡറിലായിരിക്കും അവിടുത്തെ ഡേറ്റാസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എംപ്ലോയീസ് ഓഫ് സ്ട്രക്ചേർഡ് ഡേറ്റാബേസ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഡേറ്റാബേസിൽ വി ക്യാൻ കളക്ട് ഇൻഫർമേഷൻ ഫ്രം ദി ഹ്യൂമൻ. ദാറ്റ് മീൻസ് എംപ്ലോയി ID, എംപ്ലോയി നെയിം, ജെൻഡർ. ഓക്കെ, ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഇതിൽ ഒരു എംപ്ലോയി IDയുടെ ഇൻഫർമേഷൻസ് നമുക്ക് SQL queries യൂസ് ചെയ്ത് റിട്രീവ് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു അപ്ഡേറ്റ് ദാറ്റ് ഡേറ്റ വി ക്യാൻ ഓൾസോ അപ്ഡേറ്റ് ദാറ്റ്, ഓർ ഇഫ് യു വാണ്ട് ടു ഇൻസേർട്ട് ന്യൂ ഡേറ്റ വി ക്യാൻ ഇൻസേർട്ട്. എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡേറ്റ, ബിഗ് ഡേറ്റ. ദാറ്റ് മീൻസ് സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഓർഡർ ഒക്കെ ഉണ്ടാകും. ദാറ്റ് മീൻസ് ഇത് സ്റ്റോറേഡ് ഓൾറെഡി ഇൻ ആൻ ഓർഡർ എന്നാണ് പറയുന്നത് സ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡേറ്റാബേസ്. ദ നെക്സ്റ്റ് വൺ ഈസ് അൺസ്ട്രക്ചേർഡ്. Any data with the unknown form or the structure is classified as unstructured data. In addition to the size being huge, an unstructured data poses multiple challenges in terms of its processing for deriving value out of it. Unstructured data എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഫോമാറ്റ് അതിന് ഉണ്ടാകത്തില്ല. We can store structured data in row, കോളം ഡേറ്റാബേസ്. നമുക്ക് സ്ട്രക്ചേർഡ് ഡേറ്റാസിനെ റോ ആയിട്ടും കോളം ആയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഇൻ ദി കേസ് ഓഫ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ വി കാൺട്ട് ബി സ്റ്റോർ ലൈക്ക് ദാറ്റ്. അതായത് നമുക്ക് അൺസ്ട്രക്ചേർഡ് ഡേറ്റാസിനെ ഒരു ഫിക്സഡ് റോസ് ആയിട്ടോ കോളമായിട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിനൊരു ഫിക്സഡ് ഫോമാറ്റ് ഉണ്ടായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ആയിരിക്കും അതിൽ ഉള്ളത്. മൾട്ടിപ്പിൾ ചലഞ്ചസ് ആയിരിക്കും ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് പ്രോസസ്സിംഗ് ഓഫ് ഡിറൈവിംഗ് വാല്യൂ ഔട്ട് ഓഫ് ഇറ്റ്. അതായത് എക്സാമ്പിൾ ആണ് ദി ഔട്ട്പുട്ട് റിട്ടേൺ ബൈ ഗൂഗിൾ സെർച്ച്. നിങ്ങൾ ഗൂഗിളിൽ ബിഗ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് മാത്രമാണോ നിങ്ങൾക്ക് വരിക? അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരിക. ഇവിടെ തന്നെ ഈ ഫിഗറിൽ തന്നെ നോക്കാം, ഹഡൂപ്പ് ബിഗ് ഡേറ്റയാണ് അവർ സെർച്ച് ചെയ്തിരിക്കുന്നത്. അതിൽ എത്രത്തോളം ഹൈപ്പർ ലിങ്ക്സുകളാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് തരിക്കുന്നത്. ഇതിനൊരു ഓർഡർ ഉണ്ടോ? ഇല്ല, ഇതൊരു അൺസ്ട്രക്ചേർഡ് ഓർഡർ ആയിരിക്കും. ഇതാണ് ഈ അൺസ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെമി സ്ട്രക്ചേർഡ്. Semi-structured data can be contain both the form of data. We can see semi-structured data as structured in form, but it is actually not defined with. Example, a table definition in relational database DBMS. Example of semi-structured data is a data represented as an XML file. ഇത് രണ്ടുമാണ് സെമി സ്ട്രക്ചേർഡിന്റെ എക്സാമ്പിൾ. അതായത് ഈ സെമി സ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റയിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാറ്റഗറി ദിസ് ടൈപ്പ് ഓഫ് ഡേറ്റ. സംടൈംസ് ദേ ലുക്ക് സ്ട്രക്ചേർഡ് ഓർ സംടൈംസ് അൺസ്ട്രക്ചേർഡ്. അതായത് ഈ സെമി സ്ട്രക്ചേർഡ് ഡേറ്റാസിൽ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ചില സിറ്റുവേഷനിൽ വി ക്യാൻ ഫീൽ ലൈക്ക് ദാറ്റ് സ്ട്രക്ചേർഡ്,
അതർ സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് തോന്നും അൺസ്ട്രക്ചേർഡ് ആയിട്ടും ഫീൽ ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ്, നമ്മൾ ഈ വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് XML, എക്സ്റ്റൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. ഐ മീൻ HTML ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ആ വെബ് പേജസിന്റെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു സിൻടാക്സ് ഇതാണ് സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ആ XML സ്ക്രിപ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം. പക്ഷേ XML ഫോമാറ്റിൻ്റെ അകത്ത് നമ്മൾ അൺസ്ട്രക്ചേർഡും യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് നോക്കിക്കേ, ഈ ടാഗിൻ്റെ അകത്ത് REC നെയിം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊരു നോർമൽ പേഴ്സണലി ഇത് വ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് പേജ് ഒരു ഓർഡേർഡ് ഫോമിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലോഗിൻ പേജ് ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ജിമെയിലിൻ്റെ ലോഗിൻ പേജിൽ കയറുകയാണെങ്കിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എൻ്റർ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, പാസ്വേഡ്, റീടൈപ്പ് പാസ്വേഡ് എന്നൊക്കെ കാണിക്കാറുണ്ടല്ലോ. അതൊരു സ്ട്രക്ചേർഡ് ഓർഡറാണ്, നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യം എന്താണ്? ഒരു XML ലാംഗ്വേജ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു HTML ലാംഗ്വേജ് യൂസ് ചെയ്താണ് ആ ഒരു വെബ് പേജ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് അങ്ങനെ പറയാൻ കാരണം ഇതാണ് സെമി സ്ട്രക്ചേർഡിന് എക്സാമ്പിളായിട്ട് പറയുന്നത്.